അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സ്റ്റീഗനൈസറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിതാ നമ്മൾ പോകുന്നതിൻ്റെ വെക്കേഷൻ്റെ ഏതാണ്ട് അവസാന ഭാഗമാണ്. അപ്പോൾ നമ്മൾ വീട്ടുകാരൊക്കെ ആയിട്ടൊരു അടിപൊളി സ്പോട്ട് വന്നതാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സ്ഥലം ഏതാണ്ട് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഓറഞ്ച് വാലി എന്ന് പറഞ്ഞിട്ട് വാഗമണ്ണിലെ ഒരു പ്രോപ്പർട്ടിയാണ്. കോലാഹലമേട് ഏരിയയിലാണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ കുറേ തപ്പി വന്ന് ലാസ്റ്റ് നല്ല ഹൈറ്റുള്ള, അപ്പോൾ വീട്ടുകാരൊക്കെ വന്ന് അത്യാവശ്യം നടക്കാനൊക്കെ പോകാൻ പറ്റിയ അങ്ങനത്തെ ഒരു സ്പോട്ടിലാണ് എത്തിയത്. ഇവിടുത്തെ പൂളും കാര്യങ്ങളൊക്കെയാണ് അങ്ങേറ്റത്ത് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഈ വില്ല പോലുള്ള സംഭവം പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഇതുണ്ടോ 1 2 3 4 എണ്ണമാണ് ഇപ്പോൾ ഇവിടെ ഓൾറെഡി പണിതേക്കുന്നത്. അതിൽ തന്നെ മുകളിലും താഴെയായിട്ട് റൂംസും ഓക്കെ. നമ്മളെ ഉള്ളിലൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അവിടെ മുകളിലും താഴെയൊക്കെ ആയിട്ട് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ വരുന്നത് ഒരു റൂം മുകളിൽ ഒരു ഹാള് വരും, പിന്നെ 2 സൈഡ് ബാൽക്കണി വരും, പിന്നെ നല്ലൊരു വാഷ്റൂം കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് 2 സൈഡിൽ നിന്നും കയറാവുന്ന പോലെ സൈഡിലായിട്ടാണ് സ്റ്റെയർ കേസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ സെയിം ഒരു സംഭവം തന്നെയാണ് ഇവരുടെ താഴെയും വരുന്നത്. ഞാൻ പിന്നെ ഇതിനകത്ത് ഇച്ചിരി ഞാൻ വീഡിയോ ഒന്നും ചെയ്യാൻ വേണ്ടി വന്നൊന്നുമല്ല, വീട്ടുകാരുടെ കൂടെ വന്നുകൊണ്ട് ഒരു ചില്ല് മൈൻഡിൽ സമാധാനമായിട്ട് വന്ന് പോകുമായിരുന്നു. പക്ഷേ അപ്പം നമുക്കിപ്പോൾ സർവീസൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. സർവീസ് ഭയങ്കര അടിപൊളിയാണ്. അതാണ് ഞങ്ങളിതിന് മുന്നേ ഞാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുട്ടിക്കാനത്ത് ഇത്തവണ വന്നപ്പോൾ തന്നെ ഒരു സ്റ്റേ പിടിച്ചായിരുന്നു. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ സർവീസ് ഭയങ്കര മോശമായിരുന്നു. പക്ഷേ ഇത് സർവീസ് നല്ലതായിരുന്നു. പിന്നെ നമുക്ക് ഈ മുകളിലോട്ടൊക്കെ ആണെങ്കിലും അത്യാവശ്യം നടക്കാനൊക്കെ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ രാത്രിയിൽ ഇപ്പം ഈ കാണുന്നതേ അല്ല, ഒട്ടുക്കത്തെ കിട്ടിലും വെതറായിരുന്നു. മഞ്ഞ് മൂടി ഇങ്ങനെ ഒരു മഞ്ഞൊഴുകുന്ന ഒരു വൈബായിരുന്നു. പിന്നെ നമ്മൾ ഈ കോലാഹലമേട് തങ്ങൾപ്പാറ ഏരിയയിലാണ് നമുക്കുള്ളത്. നമ്മൾ വാഗമണ്ണിലോട്ട് പോകണമെങ്കിൽ നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. പിന്നെ ഇത് ഇപ്പം വാഗമൺ ഏലപ്പാറ റോഡിൻ്റെ ഇടയ്ക്കാണ് ഈ സ്പോട്ട്. അതിൽ തന്നെ ഇവിടുത്തെ ഏറ്റവും ഹൈറ്റുള്ള സ്ഥലമാണ്. അതാണ് ഇത്രയും ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ ഒരു താഴ്വാരത്തിൽ മഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ വന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല രസമാണ്. ഈ കയറി വരുന്ന വഴി ഇവർ മറ്റേ സൈഡിൽ ഈ ചെടിയൊക്കെ പിടിപ്പിച്ച് മൊത്തം നല്ല ഭംഗിയായിട്ടാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഏരിയ ആണെങ്കിലും അത്യാവശ്യം ഒരു പ്രൈവസി ഉണ്ട്, എന്നാൽ എല്ലാം ആക്സസിബിളാണ് എന്നുള്ളൊരു സംഭവമാണ്. പിന്നെ ഈ സ്റ്റേ നമുക്ക് ഇവിടെ ഈ ഒരു ഫ്ലോറിൽ തന്നെ കഴിയുമെങ്കിലും നമുക്ക് മുകളിലോട്ടൊരു വഴിയും പിന്നെ അവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വില്ലയായിട്ട് മാത്രമല്ല റൂംസും അവിടെ അവൈലബിളാണ്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും എനിക്ക് തോന്നുന്നത് 1 റൂം നല്ലത് വേണം, നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ നല്ലതായിരിക്കണം, അതുപോലെ തന്നെ സർവീസ് ഭയങ്കര അടിപൊളിയായിരിക്കണം. സർവീസിലാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചാൽ, കാരണം വെക്കേഷനൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്നു മാക്സിമം 8 പേരെയോ, എനിക്ക് കൃത്യമാണോ അറിയത്തില്ല, 8 പേരെയൊക്കെ വരെ എന്തായാലും ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യും. ഞങ്ങൾ 4 പേരേ ഉള്ളൂ. പിന്നെ പ്രൈസ് വേരി ചെയ്യും, അതുകൊണ്ട് ഞാൻ പ്രൈസ് പറയുന്നില്ല. പിന്നെ ഇവിടെയാണ് അവരുടെ ക്യാമ്പ് ഫെയർ പരിപാടി കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്ക് ആകെ ഒരു തോന്നുന്നത് വൈഫൈ എനിക്ക് ആദ്യം കിട്ടുന്നില്ലായിരുന്നു. അപ്പം നമ്മളാദ്യം ഇവിടെ ആയിരുന്നു താമസിച്ചത്. അപ്പോൾ ഇവിടെ എന്തോ കണക്ഷൻ്റെ പ്രശ്നം വന്നുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് മാറി. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. അത് നിങ്ങളൊന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് നോക്കുക കയറുന്നതിന് മുന്നേ. കാരണം നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മൊബൈലിൻ്റെ നെറ്റ്വർക്ക് ഇച്ചിരി വിഷയമായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ ഏരിയ കാര്യങ്ങളൊക്കെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ്. ഇതൊരു വലിയ വീഡിയോ ഒന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലത്തെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം തങ്ങൾപ്പാറ, പിന്നെ ഇപ്പം വാഗമണ്ണിൽ കുറേ മൊട്ടക്കുന്ന്, നമ്മുടെ പൈൻ ഫോറസ്റ്റ്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുവാണെങ്കിൽ പാലൊഴുക്കും പാറ, അങ്ങനെ പല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏലപ്പാറ റൂട്ടിലുള്ള ഡ്രൈവ് നല്ല രസമാണ്. അപ്പോൾ നിങ്ങളിതിലെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടെയൊക്കെ വന്ന് സ്റ്റേ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏലപ്പാറ വഴി ഒരു ഡ്രൈവൊക്കെ വിട്ട് ഏലപ്പാറ ടു കുട്ടിക്കാനം പോയി കുട്ടിക്കാനത്തു നിന്ന് വളഞ്ഞെങ്ങാനം മുണ്ടക്കയം അങ്ങനെ ഇറങ്ങി വേണമെങ്കിലും പോകാം. അപ്പോൾ ഒരു അടിപൊളി പരിപാടിയാണ്. എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ റൂംസും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ. അപ്പോൾ റൂംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ. അപ്പം വലിയ കുഴപ്പമില്ലാത്തൊരു അടിപൊളി പരിപാടിയാണ്. നല്ല സർവീസും കാര്യങ്ങളും ഒക്കെയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ വെക്കേഷനൊക്കെ വരുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഇറങ്ങുക, അടിച്ചു പൊളിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ. മറ്റൊരു അടിപൊളി എപ്പിസോഡ് ഇനി വീണ്ടും കാണാം.